പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനിങ് സൈനോവിയൽ ജോയിൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ജോയിൻസ് എങ്ങനെ മൂവ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ധാരാളം തരത്തിലുള്ള സൈനോവിയൽ ജോയിൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ പിവോട്ട് ജോയിൻസ് ആണ്. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിത്ത് എക്സാമ്പിൾസ് അടക്കം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെക്കൻഡ് വൺ ഹിഞ്ച് ജോയിന്റ് ആണ്. അത് പറയുമ്പോൾ നമ്മുടെ പിവോട്ട് ജോയിൻസ് പോലെ തന്നെ ഒരു യൂണിആക്സിൽ ജോയിന്റ് ആണ്. ഇതിന്റെ മൂവ്മെന്റ്സ് വരുന്നത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റത്തെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നീ ജോയിന്റ് പറയുകയാണ്. നീ ജോയിന്റ് ഈ പറയുന്ന ഹിഞ്ച് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ആണ്. ഫ്ലെക്ഷൻ മീൻസ് ദിസ് ഈസ് ഫ്ലെക്ഷൻ ആൻഡ് ദിസ് ഈസ് എക്സ്റ്റൻഷൻ. ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ നമ്മുടെ എൽബോ ജോയിന്റ് വരുവാണെങ്കിൽ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. പിന്നെ അടുത്ത വരുന്ന ജോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫലാജൻ ബോൺസിന്റെ ഇടയിലുള്ള ഇന്റർ ഫലാജിനൽ ജോയിൻസ് ഡിസീസ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് വരുന്നത് എങ്ങനെയാണ്? ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. അങ്ങനെ ഫിംഗേഴ്സിലെ എല്ലാ ഇന്റർഫലാജിനൽ ജോയിൻസും അതുപോലെ തന്നെ നമ്മുടെ ടോസിലെ എല്ലാ ഇന്റർഫലാജിനൽ ജോയിൻസും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അഡാപ്റ്റേഷൻ ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്. നമ്മുടെ ഫിംഗേഴ്സ് ഇതുപോലെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളത് അഡാപ്റ്റ് ആയിട്ടില്ല. സോ എക്സാമ്പിൾ നമ്മൾ റിയൽ ലൈഫ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ മരം കയറുന്ന ആൾക്കാർ അവരുടെ ഈ പറയുന്ന കാലില് ഇന്റർഫലാജിനൽ ജോയിൻസ് ഒക്കെ നല്ലപോലെ അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ മസിൽസ് നല്ലപോലെ അഡാപ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് മരം കയറാൻ പറ്റുന്നത്. നമ്മളും ഒന്ന് അഡാപ്റ്റ് ആക്കിയാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സോ ഇത്രയുള്ളപ്പോൾ ഹിഞ്ച് ജോയിൻസ്. അടുത്തത് കോണ്ടിലോയിഡൽ ജോയിൻസ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും.